ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ലൈനിങ് ഇല്ലാതെ ഒരു ചൂരിദാറിൻ്റെ നെക്ക് നമുക്ക് എങ്ങനെയാണ് ഈസിയായി തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലെ നേരെ പകുതിയായി ഫോൾഡ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ്. ഉണ്ടോ, ആദ്യം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് എത്രയാണോ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെയും അതുപോലെ തന്നെ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഉണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ നെക്കിൻ്റെ ഇറക്കം നമ്മൾ 5.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 5.25 കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ, ഇവിടെയും നമ്മൾ അതുപോലെ 5.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. മുകളിൽ കണ്ടോ, നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ 5.25 നമ്മുടെ കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്ത്. നമുക്ക് എത്രയാണോ അളവ് നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്കതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വരില്ല. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ നെക്ക് എത്രയാണോ ഇറക്കം അതിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് കണ്ടോ, 1 ഇഞ്ച് വിട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ 1 ഇഞ്ച് വിട്ടുകൊണ്ട് മാർക്ക് ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ കിട്ടുവാൻ വേണ്ടി ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് കട്ടിങ് ചെയ്യാം. കണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്യുക. ഉണ്ടോ, എല്ലാ സ്ഥലത്തും ഒരേ അളവ് കിട്ടുവാൻ വേണ്ടിയാണ് കറക്റ്റ് എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ കണ്ടോ, നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വൈഡൊന്നുമായി പോകാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് വൈഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തുണിയിൽ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന ഭാഗമാണ്. ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെ നമ്മൾ ഒരു 4 ഇഞ്ച് തുന്നത്തുണി എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഉണ്ടോ, കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്കിത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പീസാണിത്. അപ്പോൾ ബോഡി പീസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു 4 ഇഞ്ച് തുന്നത്തുണി എക്സ്ട്രാ കൊടുത്ത് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡ് വശം നമ്മൾ കറക്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി മടക്കി കൊടുത്ത് കറക്റ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ കറക്റ്റ് തയ്ച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ തയ്ച്ചെടുക്കും. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗം നമ്മുടെ സെൻറ്റർ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കിങ്ങും നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ മാർക്കിങ്ങും കറക്റ്റ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇത് നമ്മുടെ നല്ല വശമാണ്, ഇത് നമ്മുടെ ഉൾവശമാണ്. നല്ല വശം മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇവിടെ കറക്റ്റ് നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗം നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗവും കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഇത് തമ്മിൽ തുണി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെന്നിമാറി പോകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്കിത് തെന്നിമാറി പോകാതെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി നമ്മുടെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, കറക്റ്റായിട്ട് നമ്മുടെ റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് തുന്നത്തുണി മാത്രം വെച്ചുകൊണ്ട്
ബാക്കിയുള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഉണ്ടോ, എല്ലാ പീസും കട്ട് ചെയ്ത് മാറ്റുക. ഉണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഇവിടെയൊക്കെ നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. ഉണ്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് നമുക്ക് റൗണ്ടിൽ ചുളിക്കൊന്നുമില്ലാതെ നമുക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കണം. നമ്മുടെ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഉൾവശത്തേക്ക് ഇതിനെ മറിച്ചിടാം. കണ്ടോ, ആ ഒരു നല്ല രീതിയിൽ നഖം വലിച്ച് കട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നല്ല വൃത്തിയോടുകൂടി അതവിടെ കറക്റ്റായിട്ട് നമ്മൾ റൗണ്ടിൽ വന്ന് നിൽക്കും. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി നല്ല വശം മുകളിൽ വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. സൈഡിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഉണ്ടോ, കറക്റ്റായി നമ്മുടെ ഈ ഒരു സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് കൊടുക്കുക. ഉണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തുള്ള ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് വീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ നല്ല വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ മുകളിൽ കൂടി ഇതുപോലെ നല്ല വശം മുകളിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. കേട്ടോ, ഉൾവശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ മിഷ്യൻ്റെ അടിവശത്ത് വരുന്ന നൂലാണ് നമുക്ക് പുറമേ കിട്ടുക. ബോബിൻ കേസിൽ വരുന്ന നൂലാണ് പുറമേ കിട്ടുക, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉൾവശവും നമുക്ക് സൈഡിൽ കൂടി തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.